എൻ്റെ പേര് രമണി. കാസർഗോഡ് ജില്ല BJP മഹിളാ മോർച്ച ജില്ലാ പ്രസിഡൻ്റാണ്. ഇലക്ഷൻ പ്രചരണങ്ങളുടെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ഇന്നിപ്പോൾ കാസർഗോഡ് ആണ് എൻ്റെ പ്രചരണ പരിപാടികളുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിലെ ML അശ്വിനിജിയാണ് മത്സരിക്കുന്നത്. കാസർഗോഡിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ഏതൊരു ഭാഗത്ത് ചെന്നാലും മഹിളാ പ്രവർത്തകരിൽ നല്ല സജീവമായിട്ടുള്ള ഒരു ധീരയായ വനിതയാണ് ML അശ്വിനി. ഭാഷാപ്രാവീണ്യം മാത്രമല്ല, വിവിധ മതസ്ഥരും അതുപോലെ തന്നെ വിവിധ സംസ്കാരത്തിലുള്ള ആളുകളുമായിട്ടും ഇണങ്ങിപ്പോകാനുള്ള അശ്വിനിജിയുടെ കഴിവാണ് എന്നെ അശ്വിനിജിയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ഘടകം. അശ്വിനിജിയുമായിട്ട് എനിക്ക് കൂടുതൽ അടുപ്പം ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള അവരുടെ ആർജവമുള്ള ആ ഒരു സ്വഭാവമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തനവുമായിട്ട് വരുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും അതിർവരമ്പുകളില്ലാത്ത ഒരു സാഹോദര്യ ഭാവമാണ് എല്ലാവരിലും കാണുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ പലതരത്തിൽ ഇവിടെ ജാതീയമായ വ്യത്യാസങ്ങൾ വരുത്തുമ്പോഴും ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് വാക്കുകൊണ്ടല്ല, അവരുടെ നോക്കിൽ നിന്നും അവരുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് കിട്ടുന്ന BJP പ്രവർത്തകർക്ക് കിട്ടുന്ന സ്വീകരണങ്ങളിൽ നിന്നാണ്. ഇന്ന് തന്നെ മഞ്ചേശ്വരത്തിൻ്റെ കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ ശരിക്കും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ മുസ്ലിം സമുദായത്തിൻ്റെ ആയിക്കോട്ടെ മറ്റ് മതസ്ഥരുടെയൊക്കെ ആയിക്കോട്ടെ ഉള്ളിൽ BJPക്ക് ഒരു നല്ല സ്ഥാനം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരിക്കലും ഒരു വോട്ട് ചോദ്യത്തിൻ്റെ ആവശ്യം പോലും ഇന്ന് നിലവിൽ ഒരു കുടുംബങ്ങളിലും നമുക്ക് വേണ്ടി വരുന്നില്ല. മോദിയുടെ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഈ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സ്ഥലത്തുമുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് വോട്ട് അഭ്യർത്ഥിക്കണം എന്നുള്ളതിനപ്പുറത്തോട്ട് ഇവർ നമ്മളെ ഈ അങ്ങോട്ട് BJP ആക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. പലതര കിംവദന്തികൾ പല രാഷ്ട്രീയ പാർട്ടിക്കാരും പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ സാമുദായികമായിട്ടും ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യം നിലവിൽ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല. ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കും. അതിലുപരി ML അശ്വിനി എന്ന് പറയുന്ന ധീരയായ വനിത ഈ കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയാവും. ഇന്ത്യയുടെ തന്നെ അതിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ഒരു മുഖമുദ്രയായിട്ട് വരും കാലങ്ങളിൽ മാറുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഓരോ പ്രതിസന്ധിയും മറികടക്കുന്നത് ഞങ്ങൾ വനിതകൾക്ക് ഒരു ധീരമായ ഒരു ചുവടുവയ്പ് തന്നെയാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിലും വിവിധ മണ്ഡലങ്ങളിലും മഹിളാ മോർച്ച വളരെ ശക്തമായി വന്നത് ML അശ്വിനി എന്ന് പറയുന്ന ധീരയായ വനിതയുടെ ഞങ്ങൾക്ക് തരുന്ന മഹിളാ മോർച്ച പ്രസിഡന്റ് എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ജില്ലയിലെ വനിതകൾക്ക് നൽകുന്ന പ്രചോദനമാണ് ഇന്ന് മഹിളാ മോർച്ച വളരെ ശക്തമായ രീതിയിൽ കാസർഗോഡ് വളരുന്നതിനുള്ള കാരണം. മുസ്ലിം വോട്ട് ഇപ്രാവശ്യം മറ്റ് പാർട്ടിക്ക് പോകുന്നതിൻ്റെ 3 ഇരട്ടിയോളം വോട്ട് BJPയുടെ താമര ചിഹ്നത്തിൽ വീഴുമെന്നാണ് പ്രവർത്തനങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം. തീർച്ചയായിട്ടും എത്ര വോട്ടിൽ ജയിക്കും എന്നതിന് ഞാനൊരു കാൽക്കുലേഷൻ തരുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ BJP സ്ഥാനാർത്ഥി ML അശ്വിനി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. 3 ദിവസം കാസർഗോഡ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഗ്രാമീണ ഭാഗത്തും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമായിരിക്കാം, താഴെത്തട്ടിൽ കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. അവർ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ എന്തൊക്കെ കള്ളങ്ങൾ പ്രചരിപ്പിച്ചാലും പത്രമാധ്യമങ്ങൾ വഴിയും TV മാധ്യമങ്ങൾ വഴിയും വരുന്ന പ്രവർത്തനങ്ങളിൽ അവർ 100% അതിനെ അംഗീകരിക്കുകയും ഇതിനു മുമ്പ് കൊണ്ടുവന്ന നിയമ സംവിധാനങ്ങൾ, മുത്തലാഖ് പോലെയുള്ള നിയമ സംവിധാനങ്ങൾ മുസ്ലിം വനിതകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടെന്നും അതിലേറെ അവരെല്ലാം ഇഷ്ടപ്പെടുന്നത് ചെറിയ പ്രായത്തിൽ അവരെ വിവാഹം കഴിക്കാതെ വിവാഹപ്രായം 21 വയസ്സിലേക്ക് മാറ്റിയത് ചെറിയ പെൺകുട്ടികളുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല.
അവരുടെ പഠിക്കാനുള്ളതും അതുപോലെ തന്നെ ഭാവി ജീവിതത്തിലേക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസം നേടാനും മോദി സർക്കാർ കൊടുത്ത ഒരു ഉറച്ച കാൽവയ്പായിട്ടാണ് ഇന്ന് പെൺകുട്ടികളുടെ മനസ്സിലുള്ള വനിതാ പ്രവർത്തക എന്നുള്ള നിലയിൽ നേരത്തെ പോലെയല്ല. നമ്മൾ ഈ ഷാൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മുസ്ലിം പെൺകുട്ടികളാണെങ്കിലും ഓടി വന്ന് നമ്മുടെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം പറഞ്ഞൊരു സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ നടന്നു പോകുമ്പം ഒരമ്മ ഓടി വന്നിട്ട് എൻ്റെ 2 കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെങ്കിലും മോദിയെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സന്തോഷം അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ 16 വയസ്സ് മുതൽ എൻ്റെ കുട്ടിക്ക് വിവാഹാലോചന തുടങ്ങിയെന്നും എൻ്റെ മകൾ എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ ഇപ്പോൾ കെട്ടിച്ചു വിടരുതെന്ന് പറയും. അപ്പോൾ അതിനെ മറികടന്ന് അവരുടെ കുടുംബക്കാർ അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്ന സമയത്താണ് മോദി സർക്കാർ വിവാഹപ്രായം 21 ആക്കിയത്. അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അവളെപ്പോഴും പറയും, എന്നെങ്കിലും മോദിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഈ സ്നേഹവും സന്തോഷവും പങ്കുവെക്കും. രമണി ചേച്ചി BJPയുടെ പ്രവർത്തകയല്ലേ, എന്നെങ്കിലും മോദിയെ കാണുമ്പോൾ എൻ്റെ സന്തോഷം അറിയിക്കണം എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു കാര്യം. പ്രവർത്തനങ്ങളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബ്ലോക്കിലേക്ക് മത്സരിച്ച ML അശ്വിനിജി ഒരു മതത്തെയും മാറ്റി നിർത്താതെ ഒരു വ്യത്യാസങ്ങളുമില്ലാതെ മോദി എന്താണോ വിഭാവനം ചെയ്തത് അതേ രീതിയിൽ തുല്യമായ സംരക്ഷണവും അതുപോലെ തന്നെ സഹായവും നൽകി നല്ലൊരു മെമ്പറായിട്ട് നിന്നതിൻ്റെ ഒരു നല്ല പ്രതികരണമാണ് ഈ ഇലക്ഷനിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. കൂടുതലും മുസ്ലിം കുടുംബങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്നത്, ആദ്യമായിട്ടാണ് ഒരു BJPയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ ഞങ്ങളോട് ഇത്രയും സ്നേഹമായിട്ട് പെരുമാറുന്നത്. ഒരുപാട് ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. നമ്മുടെ SIR തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് മുസ്ലിം സമുദായത്തെ അപ്പാടെ ഓടിച്ചു വിടും എന്ന് പറഞ്ഞ ഒരു കാലഘട്ടവും ആ ഒരു ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഭീതി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഞങ്ങളെ ആർക്കും പുറത്തേക്ക് പോകേണ്ട വന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ തന്നെ ബന്ധുക്കൾ ഡൽഹിയിലും അതുപോലെയൊക്കെ താമസിച്ച് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതിരുന്ന ഞങ്ങളുടെ തന്നെ ബന്ധുക്കളിലും അല്ലെങ്കിൽ ഞങ്ങളുടെ പരിചയക്കാരായ ആളുകൾക്ക് തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ പൗരത്വ ഭേദഗതി ബില്ലിനോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ പൗരന്മാരായി മാറി. അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ നമ്മളോട് പങ്കുവെക്കുമ്പോൾ അതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ വിജയത്തെ ഉറപ്പുവരുത്തുന്ന ഒന്നാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല.